ശിഖ നന്നായി പാടി ശിഖ. താങ്ക് യു. ഇന്നത്തെയും പോലെ ഭയങ്കര സ്മാർട്ടായിട്ട് തന്നെ പാടി. എൻ്റെ ഇടയിൽ ഒരു സ്റ്റെപ്പ് പോയിട്ട് ഇടയിൽ വെച്ച് നിർത്തിയില്ലോ. സ്റ്റെപ്പ് ഇട്ടപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഭയങ്കര ആവേശം കയറിയിട്ട് കൈയടിക്കാൻ തുടങ്ങിയപ്പോൾ ശിഖ നിർത്തി. ചെറിയ സ്റ്റെപ്പായിരുന്നു. ചെറിയ സ്റ്റെപ്പായിരുന്നു, അപ്പം തന്നെ കഴിഞ്ഞു. അത് കുറച്ചും കൂടെ ഒന്ന് ഉറപ്പിച്ചൊരു 2-3 പ്രാവശ്യമൊക്കെ ചെയ്യായിരുന്നു. നല്ല സ്റ്റെപ്പായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനും കേൾക്കാനും. വെരി നൈസ്. താങ്ക് യു. സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. ആദ്യം നമുക്ക് ചേച്ചിയോട് ചോദിക്കാം. ചേച്ചി. ശിഖ, ആസ് യൂഷ്വൽ എനിക്കിഷ്ടമായി പാടിയത്. മോളെ നല്ല കേൾക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു പാടിക്കൊണ്ടിരുന്നത്. പിന്നെ പാട്ടിൻ്റെ മൂഡും വന്നു. എനിക്ക് എസ്പെഷ്യലി കുറച്ച് സ്ഥലങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളുണ്ട്. ആദ്യത്തെ ഡയലോഗ് നന്നായിട്ട് പറഞ്ഞു. പിന്നെ സലാം എന്നൊരു സ്ഥലം വന്നില്ലേ, അത് നല്ല എക്സ്പ്രഷനായിട്ട് പറഞ്ഞു. എനിക്കത് ഒരുപാട് ഇഷ്ടമായി. മിഡിൽ പല്ലവിയിലെ ജീത്തേ ഹേ അവിടെ ഒരു വേരിയേഷൻ കൊടുത്തിരുന്നല്ലോ ഇടയ്ക്കത്തെ പല്ലവിയിൽ, അത് നല്ലതായിരുന്നു. പിന്നെ ഇന്നത്തെ പെർഫോമൻസിൽ എനിക്ക് കുഴപ്പം തോന്നിയിരുന്നത് ഒരുപാട് സ്ഥലത്ത് ശ്രുതിയുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഫസ്റ്റ് ചരണത്തിൽ ചാഹേ കുച്ച് എന്ന് വരുന്ന സ്ഥലത്ത് താളം ചെറുതായിട്ടൊന്നും കറക്റ്റായിട്ട് വന്നിട്ടില്ലായിരുന്നു. സെക്കൻഡ് ചരണത്തിൽ ഇംതിഹാൻ അല്ല എൻ്റെ കുറച്ച് ഫ്ലാറ്റായിട്ട് തോന്നി. മരത്തെ ഹെ ഷാൻസെ ആദ്യത്തെ തുടക്കത്തിലത്തെ അതിനകത്തും ശ്രുതി പ്രോബ്ലം. പിന്നെ ഷാൻസേ അപ്പാ എന്നുള്ള നോട്ട് വരുമ്പോൾ ശ്രദ്ധിച്ചു പോയിക്കോളൂ കേട്ടോ, അതും ചേർന്നിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ നിർത്തിയില്ലേ ലാ 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 അനി മാത്രം ചേർന്നിരുന്നില്ല കേട്ടോ. ബാക്കിയൊക്കെ കുഴപ്പമില്ല. റെൻഡറിങ് ടോട്ടലി നല്ലതായിരുന്നു. സോങ്ങിൻ്റെ മൂഡ് നല്ലോണം വന്നിട്ടുണ്ടായിരുന്നു. എനിക്കിഷ്ടമായി പാടിയത്. താങ്ക് യു മാം. ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. എനിക്കെന്താ വെച്ചാൽ ഹിന്ദി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ലാംഗ്വേജാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ വക ഒരു ചെറിയൊരു കറക്ഷൻ ഞാൻ നടത്തിയാൽ കുഴപ്പമില്ലല്ലോ. ശിഖ എല്ലായിടത്തും ഹേ ഹേ എന്ന് ഹേ അല്ല കേട്ടോ, ഹേ ആണ്. ഏകാരമാണത്, എ അല്ല കേട്ടോ. അത് കേൾക്കുമ്പോൾ ഒരു വല്ലായ്മ തോന്നുന്നു. കാരണം ഈ പാട്ട് കുറേ കേട്ടിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് ഹേ എന്ന് കേൾക്കുമ്പോൾ എന്തോ മാതിരി തോന്നുന്നു. അതുകൊണ്ട് പറഞ്ഞ കേട്ടോ. ഓക്കെ, എനിവേസ് നമുക്ക് ജെൻസി ചേച്ചിയോട് വയ്ക്കാം. അടുത്ത ശിഖ സുന്ദരി കുട്ടിയായിട്ടുണ്ട്. താങ്ക് യു മാം. പിന്നെ ആശാജിയുടെ ചില നല്ല നല്ല നുറുങ്ങുകൾ അത് കറക്റ്റായിട്ട് പാടി. ചിത്ര പറഞ്ഞ മാതിരി സലാം, ജീത്തേ ഹേ അതൊക്കെ ഞാനും എഴുതി വെച്ചിട്ടുണ്ട്. വളരെ നല്ല സുഖമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. പിന്നെ ശുക്രിയ ആദ്യം തുടങ്ങിയില്ല, അത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി മുകളിലേക്കായിട്ടാണ് തുടങ്ങിയത് റെക്കോർഡിൽ തോന്നുന്നത്. ശുക്രിയ കരം മെഹർബ അങ്ങനെ തുടങ്ങുന്നത്. മോള് ശുക്രിയ കരം അങ്ങനെ പാടിയത്. അത് റെക്കോർഡിൽ അങ്ങനെയാണ്. അത് കുഴപ്പമില്ല. പാട്ട് അടിപൊളിയായിട്ട് പാടി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. സ്ഥിരമായിട്ട് സ്റ്റേജിൽ പണ്ട് പാടിയിട്ടുള്ള പാട്ടാണ് പാടിയിട്ടുണ്ട്. അതുകൊണ്ടാ ആദ്യത്തെ ഡയലോഗ് അങ്ങനെ പാടി 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 അങ്ങനെ എൻ്റെ മനസ്സിൽ കിടക്കണേ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ ഓക്കെ. ജാസേട്ടാ. സാധാരണ പാടുന്നതിനെക്കാട്ടിലും സത്യത്തിൽ മോളുടെ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്ന് മൊത്തത്തിൽ എന്താണ് ഒരു ചമ്മൽ ഫേസിൽ ഉണ്ടായിരുന്നു, അത് മാത്രമേ ഉള്ളൂ. പിന്നെ പ്രശ്നം എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഈ പലയിടത്തും ഈ എന്താണ് ഋതം ഒന്ന് സ്ട്രിക്റ്റ് ആകണം. കുറേ സ്ഥലത്ത് എന്താണ് ഋതം ലാഗ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ടോട്ടലായിട്ടുള്ള പ്രസൻറ്റേഷനിൽ വോയിസിൻ്റെ ഒരു കൾച്ചർ എന്താണ് വളരെ നന്നായിട്ട് തോന്നി. കറക്റ്റായിട്ടൊരു സോങ്ങാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രസൻറ്റ് ചെയ്തു. ഓക്കെ. അപ്പോൾ ശിഖയുടെ മാർക്സ് അല്ലേ? ചേച്ചി ഔട്ട് ഓഫ് 40 32. 32 ഔട്ട് ഓഫ് 40. ജാസേട്ടാ 20 ഔട്ട് ഓഫ് 30. ചേച്ചി 21 ഔട്ട് ഓഫ് 30. ശിഖയുടെ ഹിന്ദി ഓൾഡ് സോങ്സ് റൗണ്ടിൽ ജഡ്ജസ് നൽകിയിരിക്കുന്നത് 73 മാർക്സ്.